ഹായ് ഗുഡ് മോർണിംഗ്. നമ്മുടെ ഒരു പുതിയൊരു വീഡിയോ കേട്ടോ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ പപ്പുട് എത്തിയിട്ടുണ്ട്. രാത്രി വന്നതാട്ടോ. അവള് ജോലി കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു. പക്ഷെ ഇന്നലെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇന്നലെ കൂടുതൽ വേഷത്തിലൊക്കെ ആയിരുന്നു. പപ്പുട് വന്നല്ല, പപ്പുട് വരനെ കൊണ്ട് മീനൊക്കെ വാങ്ങി കറി വെക്കലും ഒരിക്കലും അതിനെക്കാട്ടി പറഞ്ഞാൽ വീട്ടിലത്തെ ഒരു ഡ്രസ്സിലൊക്കെ ആയിരുന്നു. ഭയങ്കര ബോറൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ വീഡിയോ എടുത്തില്ല. പക്ഷെ കറി കാര്യങ്ങളൊക്കെ ഞാൻ ചെറിയ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. കാണിച്ചു തരല്ല, ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയി. ഇനി ഞാനും പപ്പടും ഉണ്ട്. അപ്പോൾ ഞാനും സാധാരണ മക്കളെ കൂടെയാണ് പോവല്. പക്ഷെ ഇന്ന് ഞാൻ ലേറ്റായി. പപ്പടിൻ്റെ കൂടെ അല്ല, പപ്പട് ഇറങ്ങിയിട്ട് പിന്നിൽ ഇറങ്ങുള്ളൂ ഞാൻ. അപ്പോൾ പപ്പട് എന്തെങ്കിലും പറയണേ. അപ്പോൾ മക്കള് സ്കൂളിൽ പോയിട്ടാ. നമുക്ക് 10ാം ക്ലാസ് ആയതുകൊണ്ട് അവന് 9 മണിക്ക് ക്ലാസ് കൂടും ഡെയിലി. വെള്ളിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും 9 മണിക്ക് ക്ലാസ് കൂടും. പിന്നെ വെള്ളിയാഴ്ച എല്ലാവർക്കും ഒരുപോലെ 9:30. അപ്പം ഇന്നൊന്നല്ല, നന്ദുവിന് എന്നും പോകണമല്ലോ. അപ്പം പപ്പുട് വന്നതുകൊണ്ട് അവളാണ് ഇന്ന് പിള്ളേരെ കൊണ്ടാക്കി കൊടുത്തത്. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അവർ പോകുമ്പോൾ സെൽഫി എടുത്ത ഫോട്ടോ ഉണ്ട്. അപ്പം ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നന്ദു രണ്ടാളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. നന്ദുവും കുഞ്ചൂസും എന്നും ഞാനല്ലേ കൊണ്ടാക്കല്. പിന്നെ ടൂലർമ്മ കയറിയിട്ട് കുറേ നാളായി അവര്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. കാണാൻ തന്നെ ഉണ്ടായിരുന്നു അത് കേട്ടോ. അപ്പം രാവിലെ നൂൽപുട്ടും പാലുമായിരുന്നു. പിന്നെ പപ്പടിന് ചോറൊക്കെ ആക്കിയിട്ടുണ്ട്. പയറിൻ്റെ തോരനും പയറിൻ്റെ തോരൻ പോലെ ആക്കിയത്. പിന്നെ ഇന്നത്തെ മുളകിട്ട തലക്കറി, പിന്നെ മത്തി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് 2 മണിക്ക് പൊരിച്ചു കൊടുത്തു. അപ്പോൾ അതൊക്കെയാണ് അവൾക്ക് ഫുഡിന് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതൊക്കെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അവളെ ബാഗാണ് കേട്ടോ. അവൾക്ക് തന്നെ നടക്കാനാവതില്ലാത്ത പോലെ നടക്കണം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും പോവാൻ റെഡിയാകട്ടെ. അപ്പോൾ അതേ നമ്മുടെ പപ്പടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവൾ പോവാൻ നോക്കുകയാണ്. അവളിന്ന് രാവിലെ അവളെ വണ്ടിയൊക്കെ നല്ല ഷാമ്പൂ ഒക്കെ ഇട്ട് തേച്ചൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചത് കേട്ടോ. അങ്ങനെ അവൾ എന്നോട് ചോദിച്ചിരുന്നു നമുക്ക് ഒരുമിച്ച് പോവാമെന്ന്. അങ്ങനെയല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുമിച്ച് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് കുറച്ചും കൂടി സമയം എടുക്കും. ഞാൻ വേറെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അവൾ പോകുമ്പോൾ എൻ്റെ കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറി, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്കൊന്ന് മുടിയൊക്കെ ഒന്ന് ചീകി കുറച്ച് ഞാൻ ചെയ്യണം മേക്കപ്പൊക്കെ ഒന്ന് ചെയ്തിട്ട് വേണം എനിക്ക് ഇറങ്ങണമെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു നീ പോയിക്കോ, നീ പോയിട്ട് ഇറങ്ങും. പിന്നെ എനിക്കൊരു 11 മണിക്ക് ആകുമ്പോൾ ഇറങ്ങിയാൽ മതി. അപ്പോൾ അവൾ 10-20 കഴിഞ്ഞിട്ടാണ് പോയേട്ടോ. ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്ത്. കാരണം രാവിലെ അവളും മക്കളും സെൽഫി എടുക്കുമ്പോൾ ഞാൻ കുളിക്കാത്ത കാരണം ഞാൻ നിന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സെൽഫിയൊക്കെ എടുത്തു. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ എപ്പോഴാണ് പോകണമെന്നൊക്കെ എന്തൊക്കെയോ സംസാരിച്ചിട്ടൊക്കെയാണ് പോണത്. ഞങ്ങൾക്ക് പിന്നെ എത്ര വർത്താനം പറഞ്ഞാലും തീരൂല കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് കണ്ടാലും ഞങ്ങൾ ഇങ്ങനെ ഫോൺ ചെയ്ത് കുറേ വേറെയും സംസാരിക്കും. അങ്ങനെ എല്ലാ വിശേഷങ്ങളും ഇങ്ങനെ എപ്പോഴും കുറേ ഉണ്ടാകും പറയാൻ. പപ്പട് വന്നാൽ തന്നെ ഒരു സന്തോഷം കേട്ടോ. ഒരു പ്രത്യേക വൈബാണ്. പിള്ളേർക്കും ഭയങ്കര സന്തോഷമാണ്. അവരിങ്ങനെ ചോദിക്കും അവൾ കുറേ ദിവസം വരാണ്ടായാലൊക്കെ, ഏൻ്റി വന്നിട്ട് കുറേ നാളായില്ലേ അമ്മ, എന്താ ഏൻ്റി വരാത്തതെന്നൊക്കെ. അപ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവൾ വരുന്നത്. എനിക്ക് അവൾ വന്നു കഴിഞ്ഞാൽ നല്ലൊരു സന്തോഷമാണ്. അപ്പം അങ്ങനെ പിന്നെ അവൾ പോയിട്ട് എനിക്ക് ഗേറ്റ് ചാറണം, എന്നിട്ട് വേണം അതാണ് കാത്തിക്കണത്. അപ്പോൾ ഞാൻ അത് റെഡി ആയിട്ടുണ്ട്. മുടിയൊന്നും കെട്ടിയിട്ടില്ല. ചില കുളിച്ച് വന്നതുകൊണ്ട് ആ മുടി നനഞ്ഞെടുക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇറങ്ങാൻ നോക്കാം കേട്ടോ. സമയം 10:45 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 11 മണിയൊക്കെ കൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഞാനിപ്പോൾ പോണത് മെഡിക്കൽ കോളേജിലേക്കാണ്. എനിക്ക് ഒരാളെ കാണാനുണ്ട്. അപ്പോൾ ആരാണ് എന്താണെന്നൊക്കെ ഞാൻ വിശദമായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. കാണിക്കാൻ പറ്റില്ലുണ്ടാവില്ല കേട്ടോ. കാരണം ഒന്നാമത് മുസ്ലിംസ് ആയതുകൊണ്ടല്ല, പക്ഷെ പുള്ളിയൊന്നും വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. വീഡിയോ ഒന്നും എടുക്കാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളല്ല. പക്ഷെ എന്നാലും ഞാൻ വെറുതെ ചെറിയൊരു ഭാഗം അല്ലെങ്കിൽ കുഞ്ഞൊരു വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് സമ്മതിക്കുകയാണെങ്കിൽ, എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും. ചെറിയൊരു ഭാഗം സമ്മതിക്കാൻ എനിക്ക് തോന്നുന്നു 99% സമ്മതിക്കില്ല എന്നാണ്. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല.
പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് എന്നും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ എന്നോട് പറയും നിൻ്റെ കഷ്ടപ്പാടൊക്കെ തീരും, നീ മക്കളൊക്കെ എത്ര ചെറുതായിരിക്കുമ്പോൾ അതോട് കഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ വിളിച്ചാലും, എപ്പോഴും വിളിക്കില്ല പക്ഷെ വല്ലപ്പോഴും വിളിച്ചാൽ തന്നെ എപ്പോഴാണോ വിളിക്കുന്നത് അപ്പോഴൊക്കെ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പറയണ അത്രയും സത്യസന്ധമായിട്ടുള്ളൊരു വ്യക്തിയാണത്. നമ്മളൊരുപാട് ആൾക്കാരെ കാണില്ലേ അതിൽ, അത്രയും നമുക്ക് ചുരുക്കം കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ വിശ്വാസമുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്നത്, ഒരുപാട് പ്രത്യേകത തോന്നുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ഉള്ളൊരു ആളെയാണ് ഞാൻ കാണാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കും കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കും. ഞാൻ പറഞ്ഞില്ല 99% സമ്മതിക്കില്ല. അപ്പോൾ 11:30 ആകുമ്പോൾ വരാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞങ്ങൾ 2015 തോന്നുന്നു ലാസ്റ്റ് കണ്ടത്, 2015, 2016 അങ്ങനെ തോന്നുന്നു. എന്നാൽ ഒരുപാട് വർഷമായി കണ്ടിട്ട്. അപ്പോൾ കാണാൻ പൂതിയാവണ്. മക്കൾക്ക് സ്കൂളില്ലെങ്കിൽ മക്കളെയും കൂട്ടി വരാൻ പറഞ്ഞതാണ്. അപ്പോൾ മക്കളെ ഞാൻ അത് സ്കൂളിൽ പോകും. അപ്പോൾ അതുകൊണ്ട് ടി വി ഞാനിവിടെ ആളില്ലെങ്കിലും വെറുതെ ഓണാക്കിയിടും, ഒരൊച്ചപ്പാട് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും പോയി നോക്കാം നമുക്ക്. എനിക്ക് എന്തായാലും കാണണം പോയിട്ട്. പിള്ളേർക്ക് സ്കൂളുള്ള കാരണമാണ്, അല്ലെങ്കിൽ ഞാൻ ശരിക്കും മക്കളെയും കൂട്ടി പോയേനെ. പിന്നെ പപ്പടു പോകുമ്പോൾ എന്നെ വിളിച്ചു ഒരുമിച്ച് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒരുമിച്ച് ഇറങ്ങാനായിട്ട് പറ്റിയില്ല. അവളെ കൂടെ ഇറങ്ങുമ്പോൾ എനിക്ക് ലേറ്റാവും. ഞാനൊരു കാര്യവും ചെയ്തിട്ടില്ലായിരുന്നു കുളിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എന്തായാലും ഓഫാക്കിയില്ലെന്ന് ഞാനിങ്ങനെ നോക്കും. ഗ്യാസ് കാര്യങ്ങളൊക്കെ, ഗ്യാസൊക്കെ ഞാൻ അടിയിൽ നിന്ന് ഓഫാക്കിയിട്ട് പോവുക. അപ്പോൾ പിന്നെ നോബൊക്കെ ഞാൻ തിരിച്ച് ഓണാക്കി വയ്ക്കുക, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്നൊക്കെ നോക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഇറങ്ങാം. നിങ്ങളും എൻ്റെ കൂടെ ഇറങ്ങിക്കോ. സമയം 10 മണി 10:50 കേട്ടോ. എന്തായാലും ആകട്ടെ, വണ്ടിയൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പില്ലോ എടുക്കാൻ മറന്നു. മക്കളെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ചോറ് തിന്നായിരുന്നത്. ഞാൻ ഉച്ചയ്ക്ക് ചോറ് തിന്നിട്ടില്ലായിരുന്നു. സാധാരണ ഞാൻ പുറത്തുനിന്നൊക്കെ കഴിക്കലുണ്ട്, പക്ഷെ തലക്കറി ഇവിടെ ഇരിക്കുന്ന കാരണം കൊണ്ട് എനിക്ക് ഇഷ്ടമാണ് തലക്കറി. അപ്പോൾ അത് കൂട്ടി ചോറ് തിന്നാൽ മതി. പിന്നെ നന്ദുവിൻ്റെയും കുഞ്ചൂസിൻ്റെയും അവരെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, മക്കളെന്ന് 3 മണിക്ക് വിടും, ടീച്ചർമാർക്ക് എന്തോ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ എന്തായാലും നേരത്തെ വിടുകയും ചെയ്യും. മറ്റേത് 3:45 വിടുക. പിന്നെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ 4 മണി 4:20 ആവും. ചായക്കുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങി വന്നിട്ടൊക്കെ അപ്പോൾ വീടെത്തുമ്പോൾ ആ ഒരു ടൈം ആവും. ഇന്നിപ്പോൾ പിന്നെ നമ്മൾ 3:30 ആകുമ്പോഴത്തേക്ക് എത്തിക്കുന്നു, കാരണം ചായക്കൊന്നും വാങ്ങാനില്ലായിരുന്നു. പിന്നെ ഞാൻ അവർക്ക് പൊറോട്ടയാണ് വാങ്ങിയത്, കാരണം ചോറ് എനിക്ക് കഴിക്കാനും പിന്നെ പപ്പടൂന് കൊണ്ടുപോകാനും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ അങ്ങനെ കണക്കാക്കിയത് കേട്ടോ. പിന്നെ എന്താ പറയുക, പിള്ളേർക്ക് ഞാൻ പൊറോട്ട വാങ്ങി, മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ മീൻകറി കൂട്ടി കഴിച്ചോട്ട് വിചാരിച്ചിട്ട്, അവർക്കും ഇഷ്ടമാണ് മീൻകറി കൂട്ടി കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് കണ്ടത് കുറച്ച് നൂൽപുട്ട് ബാലൻസ് ഉണ്ടായിരുന്നു രാവിലത്തത്. അപ്പോൾ ഞാൻ ചോറ് തിന്നായിരുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ, എന്താണെന്നറിയില്ല, എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് പുറത്തുനിന്ന് ചായയും കുടിച്ചിട്ടില്ലായിരുന്നു. വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് ചായ കുടിച്ചാലും പുറത്ത് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഒരു ചായ കുടിക്കലുണ്ട്. ഒരു ചെറിയ കടിയും കൂട്ടിയിട്ട് ഒരു ചായ കുടിക്കും, എന്തെങ്കിലും ഒന്ന് കഴിക്കും. വിശപ്പ് എന്തിനാ വിശന്നിരിക്കണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പയർ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല. പയർ കറി മറ്റേ വമ്പയറുണ്ടല്ലോ, വമ്പയറാണത്.
അപ്പോൾ അതും കൂടി തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം അങ്ങനെ പിന്നെ എന്താണെന്നാ പറയണ്ടേ, പിന്നെ അതേമാതിരി നന്ദും കുഞ്ചൂസും രാവിലത്തെ ചായ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അതേ മീനിൻ്റെ കണ്ണ് കിട്ടിയിട്ടുണ്ട്. ഞാൻ തിന്നില്ല കേട്ടോ, മാറ്റി വെച്ചു. രാവിലത്തെ ചായ കപ്പിലുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ചൂസ് ചൂടാക്കി. അപ്പോൾ അവർ കുടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇത്തിരി ചായ വേണം. എനിക്ക് ചായ കുടിക്കാൻ തന്നെ ഭയങ്കര പൂതി, ഭയങ്കര ദാഹം. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാനല്ലാതാവുന്ന ഒരവസ്ഥയാണ്. എന്ന് വെച്ചാൽ സമയത്തിനുള്ള ഫുഡല്ല കഴിക്കുക. ഉച്ചക്കലത്തെ ചോറാണ് ഇപ്പോൾ ഒരു 3:30 കഴിഞ്ഞിട്ട് തിന്നുന്നത്. അപ്പോൾ അതും എന്താ പറയുക, ചായ കുടിക്കേണ്ട സമയമൊക്കെ അല്ല. അപ്പോൾ വിശപ്പും ദാഹവും എല്ലാം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായ തന്നെനിക്ക് നന്ദു ചായ എടുക്കുമ്പോൾ എനിക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചു തന്നു. അപ്പോൾ അതിങ്ങനെ സമാധാനത്തിൽ സന്തോഷത്തിലൊക്കെ കുടിക്കുകയുണ്ട്. എന്തോ ഒരാശ്വാസം ചായ കുടിച്ചപ്പോൾ നല്ല സമാധാനമുണ്ട് ശരിക്കും. പിന്നെ ചോറിൻ്റെ കൂടെയാണ്. പിന്നെ ലാസ്റ്റ് ഞാൻ ചോറ് തിന്ന് കഴിഞ്ഞപ്പോൾ മക്കൾ തിന്നതിൻ്റെ ബാക്കി കുറച്ച് നൂൽപുട്ടയിലുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ അത് അവിടെ ഇരുന്നാൽ ആരും തിന്നൂല, കളയേണ്ടി വരും. അപ്പോൾ അതും കൂടി ഞാനെടുത്ത് കഴിക്കുക കേട്ടോ. മീൻ കറി കുറച്ച് എനിക്ക് കറിയും കൂടി ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴാണെങ്കിൽ ഇത്തിരി വയറൊക്കെ ചാടി തുടങ്ങിയിട്ടാണ്. ഓട്ടോറിക്ഷയിൽ കയറിയതിന് ശേഷം ഞാൻ കണ്ടില്ല നല്ല തടി വെച്ചു. ദൈവമേ, എനിക്ക് സത്യം ഇപ്പോൾ തടി കുറയ്ക്കാൻ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. കാരണം അത്രയും കുറച്ചധികം കൂടിപ്പോയി. തടിയും കൂടി അതിനനുസരിച്ച് കുറച്ച് വയറ് ചാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കുറയ്ക്കണം. കുറയ്ക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിന് മര്യാദയ്ക്ക് പോയി കഴിഞ്ഞാൽ ശരിയാവും. ഇന്നിപ്പോൾ എനിക്ക് കരാട്ടെ ക്ലാസ് ഉണ്ട് 5 മണിക്ക്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.